Hi everyone, welcome to Learn with me. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നോക്കാം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് കുറച്ച് സിലബസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ പാർട്ടുകളും നമുക്ക് നോക്കിയിട്ട് ചാപ്റ്റർ വൈസ് നോക്കാം. ഇപ്പോൾ സിലബസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടും എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്കത് എന്താണ് ആ ഒരു ടെക്സ്റ്റിൽ പറയുന്നത് നോക്കാം. നമുക്കൊരു 8 ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഫൈനാൻസ്, പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, സോഴ്സ് ഓഫ് ലോങ് ടേം ഫൈനാൻസ്. 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ലിവറേജ് അനാലിസിസ്, ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഡൻഡ് ഡെസിഷൻ എന്ന് പറയുന്നത്. ഇത്രയൊരു 8 ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അങ്ങനെ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ ബേസിലോട്ട് കിടക്കാം. 5 മൊഡ്യൂളാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതിൽ 30% തിയറിയും അതുപോലെ തന്നെ 70% പ്രോബ്ലംസും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലവും പഠിക്കണം, തിയറിയും പഠിക്കണം. തിയറി പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. നമ്മൾ പ്രോബ്ലം പഠിക്കണമെങ്കിൽ നമുക്ക് തിയറി അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മൊഡ്യൂൾ പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഫൈനാൻസ് ആണ്. അതിൽ ഗോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫൈനാൻസ്, ലീഗൽ, ഓപ്പറേഷൻ ടാക്സ്, എൻവയോൺമെൻറ്റൽ ഫൈനാൻസ് ഡിസിഷൻ, ഫൈനാൻഷ്യൽ മാനേജർ എന്താണ്, ഏജൻസി പ്രോബ്ലം എന്താണ്, ടൈം വാല്യൂ ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻസ്, ഓവറോൾ ഓഫ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്, ഡിവിഡൻഡ് ഡിസിഷൻ അല്ല. ഓക്കെ, ഒരു ഓവറോൾ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മൊഡ്യൂളിന് 25 അവേഴ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോൾ സോഴ്സ് ഓഫ് ലോങ് ടേം ഫൈനാൻസ് ആൻഡ് കോസ്റ്റ് ക്യാപിറ്റൽ എന്നാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഈ ഒരു ഏരിയയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ലീസും ഫാക്ടറിങ്ങും സെക്യൂരിറ്റൈസേഷനും ഒക്കെ ഫൈനാൻഷ്യൽ എൻജിനീയറിങ് അങ്ങനെ കുറച്ച് ടേംസുകളുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇക്വിറ്റും അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സും, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ബാക്ക്, അത് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് പ്രോബ്ലംസും ഇവിടെ വരുന്നുണ്ട്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് എന്തെന്ന് പറയുന്നത് മൊഡ്യൂൾ സെക്കൻഡ് എന്ന് പറയുന്നത്. അതിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ കമ്പൽസറി ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനും 10 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ മൊഡ്യൂളാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ഇതിൽ അധികം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ, ഒരു മാത്തമാറ്റിക്കൽ ആൻഡ് സിമുലേഷൻ മോഡൽസൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു രീതിയിലുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ക്യാഷ് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ടേംസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണ് എന്നുള്ളത് അതൊരു പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഓവറോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോളുള്ള ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ, പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. 24 hours എന്നാണ് ഇതിൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 നമ്മൾ വരുന്നത് ഫൈനാൻഷ്യൽ ലിവറേജ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഫൈനാൻഷ്യൽ ലിവറേജിനെ കുറിച്ചിട്ട് എന്താണ്, 2 ടൈപ്സ് ഓഫ് ലിവറേജസ് ഉണ്ട്. ഫൈനാൻഷ്യൽ ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും, ഒരു കമ്പനിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കാര്യങ്ങൾ, പിന്നെ കുറച്ച് അപ്രോച്ചസും മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. നമ്മുടെ അപ്രോച്ച്, അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ എബിറ്റ്, EPS ഒക്കെ കാണാൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ലിവറേജിൽ വരുന്നതാണ്. ഇവിടെ കുറച്ച് അധികം പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. ഓരോ അപ്രോച്ചിലും നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്.
നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. അടുത്തതാണ് 5th മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളാണ്. അവിടെ വരുന്നത് ഡിവിഡൻറ്റിനെ കുറിച്ചിട്ടാണ്. ഡിവിഡൻറ്റ് തിയറീസ് ഉണ്ട്, അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അധികം ഈ ഒരു മൊഡ്യൂളിൽ ചെറിയൊരു മൊഡ്യൂളാണ്. ഡിവിഡൻറ്റിനെ കുറിച്ചിട്ടും ഡിവിഡൻറ്റ് തിയറീസും അതിൻ്റെ ഒരു പോളിസീസൊക്കെ സെയിം കേസ് സ്റ്റഡീസിൽ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻറ്റ് പോളിസി കാര്യങ്ങളൊക്കെയാണ്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന ഫസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, ലിവറേജിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വാക്കിലത്തെ പ്രോബ്ലവും, വാക്ക് മീൻസ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫൈനാൻസത്തെ പ്രോബ്ലവും, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഇതിലെ പ്രോബ്ലംസും, ലിവറേജത്തെ പ്രോബ്ലംസും, ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ അധികം പ്രോബ്ലംസും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. വളരെ ഈസി ഒന്നുമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ടഫ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക, ദെൻ അപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കണ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും അല്ല വരാറ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയാണ് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്യാഷും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എത്ര മൊഡ്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ചാപ്റ്റർ വൈസ് ആണ് വരുന്നത് നോക്കുമ്പോൾ നമുക്ക് 14 ചാപ്റ്റേഴ്സാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിലുള്ള ഓരോന്നിനെയും ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. മണി മാർക്കറ്റ് അതൊരു ചാപ്റ്റർ, ക്യാപിറ്റൽ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് മീൻസ് സെബി. പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്താണ്, കമോഡിറ്റി മാർക്കറ്റ്, ഡെപ്റ്റ് മാർക്കറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായിട്ട് തന്നത്, 14 ചാപ്റ്ററായിട്ടാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എല്ലാത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഓരോ ചാപ്റ്ററായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് പോകാം. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 ബുക്കിൻ്റെ റിവ്യൂയും കൂടി നോക്കാനുണ്ട്. നമ്മളെല്ലാതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഒരു ലെങ്തി വീഡിയോസായിട്ട് ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, കാരണം നമുക്ക് തന്നെ അത് ബോറായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം 10 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇങ്ങനത്തതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും 20 മിനിറ്റ്സിലോട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ മാക്സിമം ബോറടിപ്പിക്കാതെ ഈ ചാനൽ കൊണ്ടുപോവുക, നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ നമ്മൾ ഹെൽപ്ഫുള്ളാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.